ഹായ്, നമസ്കാരം. എസ് വി അരുളാലാണ്. ഈ കേരളത്തിൽ സംഘപരിവാറിനെ വളർത്താൻ വേണ്ടി ബി ടീമായിട്ട് ബി ജെ പിയും എസ് ഡി പി ഐയും ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാം എങ്ങനെ ഇടതുപക്ഷം തുലഞ്ഞാൽ മതി, സംഘപരിവാർ വളരുന്നെങ്കിൽ വളരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങ് വാളയാർ അട്ടപ്പള്ളത്ത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇന്നലത്തെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഇന്ത്യയിലെ ഒരു പൗരനെ ഈ നാട്ടിലെ സംഘപരിവാറുകാർ തല്ലിക്കൊന്നു. നിങ്ങൾ വാർത്ത കണ്ടു കാണുമല്ലോ. രാംചരൺ എന്നാണ് പേര്. ഛത്തീസ്ഗഡ് എന്നുള്ള സ്വദേശിയാണ്. എന്താണ് ആ ദൃശ്യം കണ്ടപ്പോൾ ഉള്ളുലയ്ക്കുന്ന ദൃശ്യമായിരുന്നു. ആ ദൃശ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നം, ഈ രാജ്യത്താകമാനം നടന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേരളത്തിൽ വാളയാറിൽ കണ്ടത്. ഈ രാജ്യത്തെ സംഘപരിവാറിൻ്റെ കാലിലെത്തിച്ചാലും കുഴപ്പമില്ല, ഇടതുപക്ഷത്തെ തുടച്ചു നീക്കേണ്ടതുണ്ട് എന്നും ഇവിടെ അറഞ്ചം പുറഞ്ചം വാദിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരുമിക്കുന്ന ന്യൂനപക്ഷ വിഭാഗക്കാരൊക്കെ തിരിച്ചറിഞ്ഞോളൂ, എന്താണ് സംഘപരിവാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ, രാജ്യത്താകമാനം അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. നിയമവ്യവസ്ഥയ്ക്കപ്പുറം ഒരു മനുഷ്യന് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം പോലും ഇവർ ചോദ്യം ചെയ്യൂ എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ്. കണ്ടോ, നിസ്സഹായനായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് ജീവൻ നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളഞ്ഞാക്രമിക്കുകയാണ്. കയ്യിൽ ചരടും ആ മറ്റേ ടിപ്പിക്കൽ സംഘികളുടെ എന്താണോ ശരീരവും അതിൽ അവർ ഉപയോഗിക്കുന്ന രീതികൾ, അതിലുള്ളവന്മാർ വളഞ്ഞു നിന്നിട്ട് വീഡിയോയും കൂടി എടുക്കുകയാണ്. ഒരു മനുഷ്യനെ തല്ലി ചതക്കുകയാണ്. ഈ ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശത്ത് ഈ രാജ്യത്താകമാനം കോൺഗ്രസും സംഘപരിവാറൊക്കെ ഭരിച്ചതുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു ഗുണമുണ്ട്. ഇതുവരെ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ജീവിതശൈലി അല്ലെങ്കിൽ അവരുടെ ജീവിത അടിസ്ഥാനപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വരെ സവർണ മേലങ്കി അണിഞ്ഞ് നടക്കുന്ന ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നേതാക്കന്മാർക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യർ ഈ നാട്ടിലേക്ക് തൊഴിൽ തേടി വരുന്നത്. ഇവർ എല്ലാവരെയും ബംഗാളി എന്ന ചാപ്പ കുത്തിയാണ് ആക്രമിക്കുന്നത്. കാര്യം ഇവർ ബംഗാൾ സ്വദേശികളാണെന്നുള്ളതാണ്. ഛത്തീസ്ഗഡുകാരനാണ്. യഥാർത്ഥത്തിൽ ഈ ബംഗാളി എന്ന് പറയുന്നത് CPM അധിക്ഷേപിക്കാൻ വേണ്ടിയും നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വാക്ക് എല്ലാവർക്കും ചാർത്തി കൊടുത്തതിന് ശേഷം എല്ലാം ബംഗാളിയാണ്. അങ്ങനെയാണോ? അല്ല. ഈ നാട്ടിൽ ഒഡീഷക്കാരനുണ്ട്, ഛത്തീസ്ഗഡുകാരനുണ്ട്, ഉത്തർപ്രദേശുകാരനുണ്ട്, തുടങ്ങി സകല സ്റ്റേറ്റിലുള്ളതിൻ്റെ ഒരു മിനി ഇന്ത്യ പോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ തൊഴിൽ തേടി മനുഷ്യർ വരുന്നുണ്ട്. ആ മനുഷ്യർക്കിടയിലേക്കാണ് സംഘപരിവാറുകാരുടെ നോട്ടങ്ങൾ എത്തുന്ന ഒരു രീതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തീർത്തും ഗുരുതരമായിട്ടുള്ള ഒരു ദൂരവ്യാപ പ്രത്യാഘാതത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണം ഈ ദൃശ്യത്തെ കാണിക്കാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറുകാർ വിജയിച്ചതിൽ ഏതെങ്കിലും BJPക്കാരനോ കോൺഗ്രസ്സുകാരനോ ആവലാതിയുണ്ടോ? ഒരാവലാതിയില്ലല്ലോ. അവർക്ക് തൊട്ടുപുറകിൽ നിന്ന് ബി ടീമായി കളിച്ചതിന് ശേഷം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾ കണ്ടതാണ്. ആ രീതിയിൽ പ്രവർത്തിച്ചവർ, ആ രീതിയിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, എന്നിട്ട് ഇന്നിപ്പോൾ ഈ കാഴ്ച വരുമ്പോൾ ഇവർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ശബ്ദിക്കുന്നുണ്ടോ? അത്തരം കാഴ്ചകളെക്കുറിച്ച് അവർ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കാണുന്നില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മതങ്ങളുടെ കണ്ണികളിലോ അല്ലെങ്കിൽ വർഗീയതയുടെ കണ്ണികളിലേക്ക് മനുഷ്യനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി മനുഷ്യരെ ചില മതങ്ങളുടെ പേരിലും എവിടെയെങ്കിലുമൊക്കെ കൺസോൾഡേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്നതിൻ്റെ നേർ സാക്ഷ്യമാണ്. നമ്മൾ തന്നെ പാലക്കാട് മധു എന്നൊരു ദരിദ്രൻ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്ന ഉദാഹരണത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സംഭവത്തിൽ അതിവൈകാരികമായിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ നോക്കൂ. പാലക്കാട് പോലെ അല്ലെങ്കിൽ വാളയാർ പോലുള്ള പ്രദേശങ്ങളിൽ പോലും മനുഷ്യരെ ഏത് രീതിയിലാണ് ഇവർ അഡ്രസ് ചെയ്യുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഒരു മനുഷ്യനെ ജീവനോടെ ഇങ്ങനെ ബംഗ്ലാദേശി അല്ലേ എന്ന ചോദ്യത്തിന് ആ ക്വസ്റ്റ്യൻ, കാര്യം ഈ ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം പ്രോപ്പർ ഹിന്ദി അല്ല, യുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഈ മലയാളികളായിട്ടുള്ളവരുടെ ഹിന്ദി ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ നിലയ്ക്ക് അവരുടെ അടുത്ത് ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ് അയാൾ. ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. അയാളോടുള്ള ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ തങ്ങളുടെ ചോദ്യമാണ് ശരി എന്ന രീതിയിലേക്ക് ഒരു മനുഷ്യൻ്റെ ജീവനെ തല്ലിക്കെടുത്തുമ്പോൾ ഈ നാട് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നാളുകളിൽ ഒരു വർഗീയ സംഘടനയായിട്ടുള്ള ഇവർക്ക് ഈ നാട്ടിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ്. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നാളുകളിൽ ഇവിടെ അധികാരത്തിൽ ഒരു വർഗീയ സാന്നിധ്യം കടന്നു വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാളയാറിൽ കണ്ടത്.
അതൊരു ഹിന്ദു ആയിരുന്നു എന്ന് പോലും തിരിച്ചറിയാതെ ബംഗ്ലാദേശി എന്ന ആരോപണത്തിൽ തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിൻ്റെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയത്തെ ഈ നാടിൽ വേരോടാൻ അനുവദിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ആ സംഭവമെന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കേണ്ടി വരികയാണ്.